അല്ലാഹു തആല ഒരിടത്ത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല. ഇത് വിശുദ്ധ ഖുർആനിലെ ഒരു വാക്ക്. വലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല. ഓ മുഅ്മിനീങ്ങളെ, അല്ലാഹു ഒരു പ്രതിസന്ധി ഘട്ടത്തില്, നിങ്ങളുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടത്തില് നിങ്ങളെ ബദറിൽ വെച്ച് സഹായിച്ചവനാണ് അല്ലാഹു. വലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല. അതും നിങ്ങളുടെ ആയുധ ബലം, ആൾബലം അതൊന്നുമല്ല ആ വിജയത്തിന്റെ പിന്നിലെ ഗുട്ടൻസ്. പിന്നെ എന്തായിരുന്നു? അല്ലാഹു സഹായിച്ചു എന്ന് മാത്രമാണ്. അതാണ് ആ ആയത്തിൽ അല്ലാഹു പറഞ്ഞത്. ബദറിൽ വെച്ച് അല്ലാഹു നിങ്ങളെ സഹായിച്ചു. വഅൻതും അദില്ല. നിങ്ങൾ വളരെ വളരെ ദുർബലരായിരിക്കെ, നിങ്ങൾ വളരെ ദുർബലരായിരിക്കെ അല്ലാഹു നിങ്ങളെ ബദറിൽ സഹായിച്ചില്ലേ? അതില്ല എന്ന് പറഞ്ഞാൽ ഈ ആയത്തിൽ അർത്ഥമാക്കുന്നത് അതാണ്, ദുർബലർ. അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം, ദുർബലരായിരിക്കെ നിങ്ങളെ അല്ലാഹു സഹായിച്ചു എന്നാണ്. സംഗതി ശരിയല്ലേ സഹോദരങ്ങളെ? ഒന്ന് ആലോചിച്ച് നോക്ക്. ദുർബലരായിരിക്കെ അല്ലാഹു സഹായിച്ചു എന്ന് പറഞ്ഞത് എത്ര ശരിയായ ഒരാശയമാണ്. വലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല. കാരണം ഒരു പിടി ജനങ്ങൾ മാത്രം മുസ്ലിം പക്ഷത്ത്, അപ്പുറത്തോ ധാരാളം ആളുകൾ, മറുപക്ഷത്ത് ധാരാളം ആളുകൾ. മുസ്ലിമീങ്ങള് വളരെ കുറഞ്ഞ ആളുകൾ. ആയുധം കൊണ്ട് എല്ലാം തികഞ്ഞു നിൽക്കുന്നവർ മറുപക്ഷത്ത്, ഇപ്പുറത്ത് ആയുധം കൊണ്ട് ശുഷ്കിച്ചവരാണോ ഉള്ളത്. എന്നിട്ട് ഇവരെ ഏറ്റുമുട്ടുകയാണ്. ഏറ്റുമുട്ടിയിട്ട് ഈ ആയുധബലം കുറഞ്ഞ, ആൾബലം കുറഞ്ഞ ടീമിന് അല്ലാഹു വിജയം കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അല്ലാഹുവിന്റെ ഇടപെടൽ നേരിട്ട് ലഭിച്ചവരാണ് ബദരീങ്ങള്. അതിനി വേറെ തെളിവുകളുടെ ഒന്നും ആവശ്യമില്ല. അതാണ് ഈ ആയത്തിൽ അല്ലാഹു തആല ബദർ പരാമർശം നടത്തിക്കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ അതിലേക്ക് കടക്കാൻ ഭയപ്പെടുകയാണ്. കാരണം ഒരൊറ്റ ഉദാഹരണം നിങ്ങൾ എടുത്തു നോക്കുക. ആ കഥ പറയല്ലോ, സൂചിപ്പിക്കുകയാണ്. ബദറില് ഏറ്റവും വലിയ പോക്കിരിയായി അപ്പുറത്തുണ്ടായിരുന്നത് അബൂജഹലാണ്. അബൂജഹലാണ്. ആ അബൂജഹലിന്റെ അന്ത്യം കുറിക്കുന്നത് ഇപ്പുറത്തുള്ള മുസ്ലിം പക്ഷത്തുള്ള ധീരരായ സ്വഹാബത്ത് മുഖേനയാണോ? അല്ലല്ലോ. ആദ്യമായിട്ട് അബൂജഹലിനെ വീഴ്ത്തുന്നത് രണ്ട് അൻസാരി ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ പയ്യന്മാർ, കുഞ്ഞുങ്ങൾ എന്ന് പറയേണ്ടവർ. സമരത്തിൽ പങ്കെടുക്കേണ്ട ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ വലിപ്പക്കുറവ് കൊണ്ട് ഞങ്ങൾ തള്ളപ്പെടുമെന്ന് ഭയന്നിട്ട് തള്ളവിരലിൽ ഇങ്ങനെ എത്തിയായിരുന്നു ആ മക്കൾ നിന്നിരുന്നത്. അല്പവും കൂടെ ഹൈറ്റ് ഉണ്ട് എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട്, സമരത്തിലേക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, സമരക്കളത്തിലേക്ക്. അങ്ങനെയാണ് അവർ നേടിയെടുത്തത്. രണ്ട് ചെറുപ്പക്കാർ. ഒരു സഹാബി പറയുന്നത് കാണാം, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം,
ബദറിന് വേണ്ടി രംഗമൊരുങ്ങുകയാണ്. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ സൊഫ് കെട്ടി അണിനിരന്നു. ഫൈറ്റ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഞാൻ എൻ്റെ ഇടത്തും വലത്തും ഒന്ന് നോക്കി. കാരണം ഇത് കല്യാണപ്പന്തലിൽ ബിരിയാണി കഴിക്കാൻ കയറിയതല്ല. നല്ല ബോധമുണ്ടല്ലോ, ഈ പണി അല്പം വേദനിക്കുന്ന പണിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എൻ്റെ ഇടത്തും വലത്തും ആരാ ഉള്ളത്, പ്രതിരോധത്തിന് പറ്റിയവരാണോ എന്ന് നോക്കിയതാ മഹാനവറുകൾ. ഇടത്തും വലത്തും ഒക്കെ നിൽക്കണ സെറ്റപ്പ് ഉള്ളവർ തന്നെ അല്ലേ. ഇത്തരം ഒരു സംഗതിക്ക് ഒരുങ്ങുമ്പോൾ അങ്ങനെ നോക്കുമല്ലോ. ഇവനുണ്ടെങ്കിൽ ഞാനും ഉണ്ട് എന്ന് പറയും അല്ലേ. അത് ഇവന്റെ ധൈര്യത്തിൽ ആ മൂപ്പര് പോണ്. അപ്പൊ ഇങ്ങനെ വലത്തോട്ടും ഇടത്തോട്ടും ഒന്ന് നോക്കിയപ്പം 16 വയസ്സ് തോന്നിക്കുന്ന 2 മക്കൾ, 15-16 വയസ്സ് തോന്നിക്കുന്ന 2 മക്കൾ ഒപ്പത്തിനൊപ്പം. ഞാൻ മനസ്സിലിങ്ങനെ കരുതി, സംഗതി മഹാ കഷ്ടപ്പാടാണ്, ഈ മക്കളുടെ ഇടയിലാ പെട്ടത്. ഈ ചെറിയ മക്കളുടെ ഇടയിലാ ഞാൻ പെട്ടത്. ഇവര് സത്യത്തില് എത്ര നേരം സമരമുഖത്ത് പിടിച്ചു നിൽക്കും, ഇവർക്ക് വേദനയായ അവർ ഓടൂലേ എന്നൊക്കെ മനസ്സിലിങ്ങനെ കരുതി. അപ്പോ എൻ്റെ കാര്യം കഷ്ടം തന്നെയാണ്. എണീക്കാൻ പറ്റുന്ന 2 ആളുടെ ഇടയിൽ നിൽക്കേണ്ടതിന് പകരം ഈ കുട്ടികളപ്പൻ്റെ അടുത്തും വലത്തും ഉള്ളത് എന്ന് ഞാൻ മനസ്സിലിങ്ങനെ കരുതി പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ടവർ പറയാണ്. അപ്പോഴാണ് ഞാൻ ഇത്ര മനസ്സിൽ കരുതിയിട്ടുള്ളൂ. അപ്പോഴേക്കെൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്ന കുട്ടി ഫഗമസനി മൻ അൻ യമീനി, എൻ്റെ വലത്തുള്ളവൻ, വലതുഭാഗത്ത് നിൽക്കുന്ന കുഞ്ഞ് ഊരക്കിങ്ങനെ തോണ്ടിയിട്ട് ചോദിച്ചു, യാ അമ്മി അയ്ന അബൂജഹൽ, ഉപ്പ അബൂജഹൽ എവിടെ, അബൂജഹൽ എവിടെ എന്നൊരു ചോദ്യം. ഇത് കേട്ടപ്പോ ഞാൻ അന്തം വിട്ടുപോയി. ഞാൻ ചോദിച്ചു, അല്ല മോനെ, നിനക്ക് അബൂജഹലിനെ അറിയില്ലേ? എനിക്കവനെ അറിയാം. പക്ഷേ എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഇങ്ങനെ ചോദിക്കാൻ കാരണം? ഇവർ അബൂജഹലിനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. അബൂജഹൽ മക്കക്കാരനാണ്, ഇവര് മദീനത്തുകാരാണ്, അൻസാരികളാണ്. അപ്പൊ ചോദിച്ചതാ. അപ്പൊ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ പറഞ്ഞു, ഓ ആളെ എനിക്കറിയാം, പക്ഷേ നിന്റെ ചോദ്യം കേട്ടപ്പോ എനിക്ക് വല്ലാത്തൊരു അതിശയം, വല്ലാത്തൊരു അത്ഭുതം തോന്നിപ്പോവുകയാണ്. അപ്പൊ ചോദിച്ചു, എന്താണ് പ്രശ്നം? അബൂജഹലിനെ കണ്ടു കിട്ടിയിട്ട് എൻ്റെ പൊന്നു മോൻ എന്ത് ചെയ്യാനാ? കാരണം അബൂജഹല് അത്രയും വലിയ മല്ലനാ. ആ അബൂജഹലിനെ പ്രത്യേകം മാർക്ക് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോ അബൂജഹലിനെ കാണുമ്പോഴേ കോടൂലെ നീ എന്ന രൂപത്തിലാണ്, ആ ഒരു ധ്വനിയാണ് ഈ സംസാരത്തിലുള്ളത്. എന്തിനാണ് നിങ്ങൾ അബൂജഹലിനെ ചോദിക്കുന്നത്? അപ്പൊ ഈ കുട്ടി പറഞ്ഞു, എന്നാല് ഉപ്പാക്കൊരു കാര്യം അറിയണോ? അത് സാധാരണ അറബികൾ വിളിക്കുന്ന ഒരു വിളിയാണ് ഈ അമ്മി വിളി. അമ്മി അതിന് അത്രേ അർത്ഥമുള്ളൂ. നമ്മൾ സാധാരണ അറിയാത്തവരൊക്കെ ഉപ്പാന്ന് വിളിക്കും പോലുള്ള ഒരു അർത്ഥം. എളാപ്പ എന്നാണ് നേരെ അർത്ഥം, പക്ഷെ അതിന് അത്രേ അർത്ഥമുള്ളൂ മലയാളത്തിൽ പറയുമ്പോൾ. ഉപ്പ, സത്യം പറയട്ടെ, ഞാൻ അബൂജഹലിനെ എൻ്റെ കണ്ണുകൊണ്ട് കാണുകയാണെങ്കിൽ ഞാനും അവനും തമ്മിൽ ഫൈറ്റ് ചെയ്തിട്ട് ഞങ്ങളെ കൂട്ടത്തിൽ ആദ്യം മരിക്കാൻ ആർക്കാണോ വിധിയുള്ളത് അവൻ ഈ ലോകത്തോട് വിട പറയുന്നത് വരെ ഞാനും അയാളും ഫൈറ്റ് ചെയ്യും. ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അയാൾ, രണ്ടാലൊരാൾ തീരും, അല്ലാതെ ഞാൻ ഒഴിഞ്ഞു പോരൂല. ഈ കുഞ്ഞ് പറഞ്ഞു. അപ്പോഴും എനിക്കൊരു അത്ഭുതം തോന്നി, പഠിച്ചോനെ, ഈ കുട്ടിക്ക് അതിനൊക്കെ ഉള്ള ധൈര്യമുണ്ടോ? ഇവൻ മാത്രല്ല, ഈ ഒരു വാക്ക് ചോദിച്ചത് ഈ കുഞ്ഞാണെങ്കിലും
എന്റെ രണ്ടാമത്തെ ചോദ്യത്തിന് കുഞ്ഞി മറുപടി പറയുമ്പോൾ അതേ ശബ്ദത്തിൽ ഇപ്പുറത്ത് നിന്ന് ഇടത്തെ ഭാഗത്തുള്ള കുട്ടിയും ഇതേ മറുപടി പറഞ്ഞു. രണ്ടാളും ഒരു വായ കൊണ്ട് പറയും പോലെ. ഞാൻ പറഞ്ഞു, അതാ ശത്രുപക്ഷത്ത് സ്വഫ് നേരെയാക്കിയതിന്റെ ശേഷം മൊത്തം അവരുടെ ആ സെറ്റപ്പ് നടന്ന് കാണുന്ന ആ മനുഷ്യനില്ലേ, ആ വലിയ മനുഷ്യൻ, അയാളാണ് യജൂലു ഫീ സുഫൂഫിഹിം, അവരുടെ സ്വഫുകളിൽ അയാൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നു. അയാളാണ് അബൂജഹൽ. കേട്ടത് പാതി കേൾക്കാത്തത് പാതി. ഈ രണ്ട് കുഞ്ഞുങ്ങളും ഓടി അങ്ങ് പോയി. ഓട്ടമത്സരത്തിൽ ഓടുന്നത് പോലെ ഓടുന്നു. വാളും ചുയറ്റി അങ്ങ് ചെന്നപ്പം അതാ അബൂജഹലിന് പുച്ഛം തോന്നി. എന്തേ കാരണം? മടമ്പും കാലിന്റെ ചുവപ്പ് മാറാത്ത രണ്ട് പയ്യന്മാര് എന്താക്കാനാവർ? ഏതായാലും ഏറ്റുമുട്ടി. ഇവർ രണ്ടാളും അബൂജഹലിനെ വീഴ്ത്തിക്കളഞ്ഞു. അബൂജഹലിനെ വീഴ്ത്തിക്കളഞ്ഞു. പിന്നീട് അതാ സമരം മുറുകി. എല്ലാം കഴിഞ്ഞതിന്റെ ശേഷമാണ് അഷ്റഫുൽ ഖൽഖ് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തലേന്ന് അതാ ഹബീബ് സ്പോട്ട് ഇങ്ങനെ വരഞ്ഞു കാണിച്ചിട്ടുണ്ട്. അബൂജഹൽ ഇവിടെ വീഴും, ഉത്ബത്ത് ഇവിടെ വീഴും. ഓരോരുത്തർക്കും കൃത്യമായി അവരുടെ പതനസ്ഥലം തലേന്ന് മുത്തുനബി വരഞ്ഞു കാണിച്ചിട്ടുണ്ട്. പിന്നെയാണ് ആ പതനസ്ഥലത്തേക്ക് ഓടുന്നത്. ആരാ പോകുന്നത്? മുത്തുനബിയുടെ നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന് പറഞ്ഞ സഹാബി ആരാ? അപ്പൊ അബൂജഹലാണ് ഏറ്റവും വലിയ കൊമ്പൻ അപ്പുറത്ത്. ആ കൊമ്പനെ വീഴ്ത്തിയത് ഇപ്പുറത്തുള്ള ഏറ്റവും സാധുക്കള്, ചെറിയ രണ്ട് കുഞ്ഞുങ്ങളാണ്. ഇനി ഈ കുട്ടികളുടെ വെട്ടേറ്റ് അബൂജഹൽ വീണിട്ടേ ഉള്ളൂ, മരിച്ചിട്ടില്ല. ഇതൊന്നും അറിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശത്രുക്കൾ തോറ്റോടിയപ്പം ഗനീമത്ത് സമാഹരണത്തില് എല്ലാ സ്വഹാബത്തും നിരതരായി. ഗനീമത്ത് ഇങ്ങനെ വലിച്ചു കൂട്ടുകയാണ്, സമരാർജിത സ്വത്ത്. ആ സമരാർജിത സ്വത്ത് വലിച്ചു കൂട്ടുമ്പൻ നബിതങ്ങള് അവിടെ ഓടി വന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളോട് പറഞ്ഞു, അബ്ദുല്ലാ, നിങ്ങൾക്ക് നേരത്തെ ഒരു മധുര പ്രതികാരം ചോദിക്കാനുണ്ടല്ലോ. നിങ്ങൾക്ക് നേരത്തെ ഒരു മധുര പ്രതികാരം ചോദിക്കാനുണ്ടല്ലോ അബൂജഹലിനോട്. അബൂജഹല് ഇന്ന സ്ഥലത്ത് വീഴുന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, അവിടെ പോയി നോക്കൂ, അവിടെ ഉണ്ടാവും അദ്ദേഹം. അപ്പോ ഡെഡ് ബോഡി കണ്ടെത്താനെങ്കിലും അതിന് നിങ്ങൾക്ക് കഴിയല്ലോ. എന്താ നബി തങ്ങൾ അങ്ങനെ പറയാൻ കാരണം? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് സമരത്തിൽ പങ്കെടുക്കാൻ അനുമതിയില്ലാത്ത സ്വഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടയാളാണ്. അങ്ങനെ ചിലരുണ്ട്, കളത്തിൽ ഇറങ്ങാൻ അനുവാദമില്ലാത്തവർ. അവരോട് റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ ദൂരെ നിന്ന് കളി കണ്ടാൽ മതി, കളിക്കാൻ ഇറങ്ങണ്ട ഗ്രൗണ്ടിൽ. ആ കൂട്ടത്തിൽപ്പെട്ടയാളാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. അതിന്റെ കാരണം മുല്ലാ അലിയുൽ ഖാരി പറയുന്നത് കാണാം. ഈ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന് പറഞ്ഞ മനുഷ്യൻ ചെറിയ മനുഷ്യനായിരുന്നു. ചെറിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മഹാനവറുകൾ അതിന് വിശദീകരണം നൽകിയത് കാന യുസാവി ത്വയ്വാലർ റിജാലി മിൻകും ഇദാ ഖഅദു. നിങ്ങളുടെ കൂട്ടത്തിൽ നീളമുള്ള ആളുകൾ ഇരുന്നാലുള്ള പൊക്കമേ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എഴുന്നേറ്റ് നിന്നാലുള്ളൂ ആയിരുന്നു. അപ്പൊ നമ്മളൊക്കെ ഇരുന്നാൽ, ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന കസേരയിലാണ്, നിലത്തിരുന്നാൽ എത്ര ഉയരം ഉണ്ടാവും അത്രേ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എഴുന്നേറ്റ് നിന്നാലുണ്ടാവുള്ളൂ. നല്ല നീളമുള്ള ഒരാള് ഇരുന്നാൽ കിട്ടുന്ന ഹൈറ്റേ ബഹുമാനപ്പെട്ടവർ എഴുന്നേറ്റ് നിന്നാലുണ്ടാവുള്ളൂ. അത്രയും ചെറിയ മനുഷ്യനാണ് ഈ മനുഷ്യൻ.
കളത്തിലിറങ്ങി അങ്ങനെ ഉണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ടാണ് നബിതങ്ങൾ ഫിസിക്കലായിട്ട് സമരത്തിന് ഫിറ്റല്ല എന്നുള്ളത് കൊണ്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെ ചെയ്യണ്ട എന്ന് പറഞ്ഞത്. അങ്ങനെ സമ്മതമില്ലായിരുന്നു. പങ്കെടുക്കാൻ സമ്മതമില്ലാത്തത് കൊണ്ട് ഗാലറിയിലിരുന്ന് കളി കാണലാണ്, ഗ്രൗണ്ടിൽ ഇറങ്ങാറില്ല. ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ഈ യുദ്ധം എന്ന ഒരു കാഴ്ചപ്പാടേ ബദറിനെ സംബന്ധിച്ച് നിങ്ങളെ മനസ്സിലുണ്ടാവരുത്. ബദർ യുദ്ധമല്ല, ഉഹുദ് യുദ്ധമല്ല, ഖന്തഖ് യുദ്ധമല്ല, സമരങ്ങൾ മാത്രമാണ്. ഇതെല്ലാം സമരങ്ങളാണ്. യുദ്ധം എന്ന് പറയുന്നത് അത് വെട്ടിപ്പിടിക്കലും അക്രമവുമാണെങ്കിൽ, ഉദാഹരണത്തിന് ഇസ്രയേല് പലസ്തീനിന് നേരെ നടത്തുന്നത് യുദ്ധമാണ്. അതിനെ യുദ്ധം എന്ന് വിളിക്കാം. പക്ഷേ ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടുന്ന പാവപ്പെട്ട പലസ്തീനികളുടേത് യുദ്ധമല്ല, അത് പോരാട്ടമാണ്, അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ്. യുദ്ധം എന്ന് കേൾക്കുമ്പോൾ അതൊരു മോശം സംഗതിയാണ്. സമരം അങ്ങനെയല്ല. അത് നമ്മളെ നാട്ടിലൊക്കെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ്. അവകാശത്തിന് വേണ്ടിയുള്ള സമരം, പോരാട്ടം. അപ്പൊ ഇവിടെ സത്യത്തിൽ ഇസ്ലാമിക ജിഹാദുകൾ, ജിഹാദ് എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം അതാണ്, സമരം, പോരാട്ടം എന്നൊക്കെയാണ്. ഒരിക്കലും അത് യുദ്ധങ്ങളല്ല. അത് നമ്മുടെ നാവിൽ അങ്ങനെ എപ്പോഴോ ഒക്കെ കയറിപ്പോയൊരു സംഗതിയാണ്. അപ്പൊ ഈ സമരക്കളത്തില് ഇവര് സജീവമായി ഇറങ്ങുകയാണ്. സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും പൊരുതിയിട്ട്, ജീവൻ പണയം വെച്ച് പൊരുതിയിട്ട്. നോക്കൂ നിങ്ങൾ, അള്ളാഹു ഇത്തരം ചരിത്രങ്ങൾ സൃഷ്ടിക്കുന്നത് വളരെ ദുർബലരായ ആളുകളിലൂടെ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഓടിച്ചെന്നിട്ട് വീട് കിടക്കുന്ന അബൂജഹലിനെ കണ്ടു. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞെടുത്തുണ്ട് കൃത്യമായിട്ട് ആ പോയിന്റിൽ. അപ്പോ നേരത്തെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്തുർ റഹ്മാൻ ഇറങ്ങുമ്പോൾ, അർ-റഹ്മാൻ സൂറ ഇറങ്ങിയപ്പോൾ മുത്തുനബി ചോദിച്ചു, ഈ സൂറത്തുർ റഹ്മാൻ ഖുറൈശികൾക്കൊന്ന് ഓതിക്കൊടുക്കാൻ ധൈര്യമുള്ളവരാരുണ്ട്? ആരും എഴുന്നേറ്റില്ല. ആ സദസ്സിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന ചെറിയ വലിയ മനുഷ്യൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അന അഖറഉഹാ അലാ ഖുറൈശ്. അനുഗ്രഹങ്ങളുടെ പെരുമഴയാണ്. ഓരോ അനുഗ്രഹങ്ങളും വിശദീകരിച്ച ഉടനെ തന്നെ നെഞ്ചിൽ തറക്കുന്ന 31 ചോദ്യങ്ങളുമായി വരുന്നു സൂറത്തുർ റഹ്മാൻ. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ് എന്ന് പറയൽ സുന്നത്തുണ്ട്. അത് കേൾക്കുമ്പോൾ ആ ചോദ്യത്തോട് പ്രതികരിക്കൽ സുന്നത്തുണ്ട്. അല്ലാഹുവേ, നീ ചെയ്തു തന്ന ആയിരക്കണക്കിന് അനുഗ്രഹങ്ങളിൽ ഒരനുഗ്രഹത്തിന്റെ ശകലം കൊണ്ടുപോലും കളവാക്കാനുള്ള ചങ്കുറപ്പ് ഞങ്ങൾക്കില്ല അല്ലാ എന്ന് പറയണം. നബിതങ്ങൾ ജിന്നുകൾക്ക് ഈ സൂറത്ത് ഓതിക്കൊടുത്തപ്പോൾ ജിന്നുകൾ അങ്ങനെ പ്രതികരിച്ചു. സ്വഹാബത്ത് മിണ്ടാതെ കേട്ടത്ഭുതപ്പെട്ടിരുന്നപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? ജിന്നുകൾക്ക് ഞാൻ ഇത് ഓതിക്കൊടുത്തപ്പോൾ കാനൂ അഹ്സന മിൻകും റദ്ദാ, നിങ്ങളെക്കാൾ നന്നായി പ്രതികരിച്ചു അവർ. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന് ഞാൻ ഓരോ ആയത്ത് ഓതുമ്പോഴും അവർ പറഞ്ഞു, ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്. അതുകൊണ്ട് നിങ്ങളും അങ്ങനെ പറയണം സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ ഇങ്ങനെ സുന്ദരമായ ഒരു സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. പഴയ കാലങ്ങളിലൊക്കെ, നമ്മുടെയൊക്കെ കുട്ടിക്കാലങ്ങളില് അത്താഴത്തിന് എഴുന്നേൽക്കാൻ വേണ്ടി പള്ളിമിനാരങ്ങളിൽ നിന്ന് ഉയർന്നു കേട്ടിരുന്ന അധ്യായമാണ് സൂറത്തുർ റഹ്മാൻ. അപ്പൊ അതൊന്നുമില്ല. പണ്ട് കാലങ്ങളിൽ അങ്ങനെയായിരുന്നു. അത്താഴത്തിന് ഈ സൂറത്ത് ഇങ്ങനെ ഓതും. പല രൂപത്തിലും പല ശൈലിയിലും കേൾക്കാൻ പറ്റുമായിരുന്നു. കാരണം മൊല്ലാക്കന്മാർ
ബാങ്ക് കൊടുക്കുന്ന മൊല്ലാക്കന്മാരാണ് പലപ്പോഴും അത് ഓതൽ. അവർ പല റേഞ്ചിലുള്ളവരായിരിക്കും. അതുകൊണ്ട് പല നിലക്കും ആ സൂറത്തിൻ്റെ പാരായണങ്ങൾ ഇങ്ങനെ കേൾക്കാൻ പറ്റുമായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സൂറ ഇതാ ഇറങ്ങിയിരിക്കുന്നു. ആരാ ഓതിക്കൊടുക്കുക ഖുറൈശികൾക്ക് സുന്ദരമായ ഒരു അധ്യായം എന്ന് ചോദിച്ചപ്പം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ എഴുന്നേൽക്കുകയാണ്. എന്തേ? അതിലും വലിയ ധീരരായ സ്വഹാബത്തൊക്കെ അവിടെ ഇല്ലേ? അവരൊന്നും എഴുന്നേറ്റില്ല. വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അതില്ല. അതിനുള്ള ചരടുവലികളാണ്, അതിനുള്ള അവസരങ്ങൾ അള്ളാഹു സൃഷ്ടിക്കുകയാണ്. അങ്ങോട്ട് എത്തിക്കണമല്ലോ. അതിന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തന്നെ പോകുന്നു. നബിതങ്ങൾ 2 വട്ടം കേട്ടില്ല. 3-മതും എഴുന്നേറ്റ് നിന്ന് ഞാൻ പോകാം തങ്ങളെ എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ എതിർത്തില്ല. അങ്ങനെ പോയി. ഈ സൂറത്ത് അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ എന്ന് പറഞ്ഞ അധ്യായം ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ, ശ്രവണ മധുരമായ അധ്യായം ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ, അബൂജഹലാണ് ഈ ഖുറൈശി സംഗമത്തിന്റെ, ഖുറൈശി സഭയുടെ അധ്യക്ഷൻ. അബൂജഹൽ ഇങ്ങനെ എഴുന്നേറ്റു. എടാ, ഒരു മനുഷ്യൻ അങ്ങോട്ട് പറഞ്ഞു വെച്ചൂടായിരുന്നോ ദോതാൻ? ഒരടിക്ക് വകല്ല. കാരണം അത്രയും ചെറിയ ആളായതുകൊണ്ടേ തല്ലാനുള്ള വകുപ്പില്ല. അബൂജഹൽ എഴുന്നേറ്റ് വന്നിട്ട്, മുഹമ്മദിന്റെ ജൽപ്പനങ്ങൾ എൻ്റെ സദസ്സിൽ വന്ന് ഓതാൻ നിനക്ക് ധൈര്യം വന്നല്ലടാ എന്ന് പറഞ്ഞിട്ട് കണ്ണും മൂക്കും അടക്കിയിട്ട് ഒന്നങ്ങ് കൊടുത്തു. കണ്ണും മൂക്കും അടക്കിയിട്ട് മൂക്കങ്ങ് പൊട്ടി. മൂക്കിൻ്റെ 2 ദ്വാരങ്ങളിലൂടെയും രക്തമിങ്ങനെ ഒഴുകുകയാണ്. ഒറ്റയടിക്ക് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് നിലത്ത് വീണു. അത്രയും വലിയ മല്ലനായിരുന്നു ഇവൻ. എന്നിട്ട് ഇവൻ ഒഴിവാക്കി പോവുകയാണ്. കാരണം വീണ് കിടക്കുന്ന ആളെ പിന്നെ തല്ലുന്നതിൽ എന്താ അർത്ഥമുണ്ട്? ആവതില്ലെങ്കിലും എഴുന്നേറ്റിട്ട് നീ എന്താ ചെയ്യാന്ന് ഒന്നും കൂടെ ചോദിച്ചെങ്കിലല്ലേ അടുത്ത അടിക്കൊരു ഹരമുള്ളൂ. ഒഴിവാക്കി പോവുകയാണ്. വീണ്ടും തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, വേണ്ടാന്ന് കരുതി പോകുകയായിരുന്നു. അപ്പോഴും എനിക്ക് തോന്നിയടാ, എൻ്റെ സഭയിൽ വന്ന് മുഹമ്മദിന്റെ ജൽപ്പനങ്ങൾ ഉരുവിടാൻ നിനക്ക് ധൈര്യം വന്നല്ലോ. തിരിച്ചു വന്നു. എന്നിട്ടതാ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളുടെ ആ ചെവി ഇങ്ങ് പിടിച്ചിട്ട് അരിഞ്ഞെടുത്തു. അബൂജഹല് ചെവിയിൽ നിന്ന് രക്തമൊലിക്കുന്നു, മൂക്കിൽ നിന്ന് രക്തമൊലിക്കുന്നു. കരഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളതാ ഇലാ ഹദറത്തി റസൂലില്ലാഹ്. വലിയ സംഭവമാണ് ഇത്. ഞാൻ പറയാൻ നിന്നാൽ ഇന്നത്തെ ദിവസം മുഴുവനും അതുവഴി പോകും. സൂറത്തുൽ അലഖിലാണ് ഈ സംഭവം കൂടുതൽ പറയുന്നത്. ഇഖ്റ ബിസ്മിയുടെ വ്യാഖ്യാനത്തിൽ തഫ്സീറിലുണ്ട്. സുബ്ഹാനല്ലാഹ്, സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് എത്തുമ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നു. നസലൽ അമീനു മലക്കു ജിബ്രീൽ മുതബസ്സിമാ. ജിബ്രീൽ ഹൃദ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് കടന്നു വരുന്നു. ഇത് കണ്ടപ്പോൾ മുത്തുനബിക്ക് വിഷമമായി. ഹബീബ് ചോദിച്ചു, എന്താണ് ജിബ്രീലേ ഇത്? എന്താണ് ജിബ്രീലേ ഇത്? അന്ത തദ്ഹകു വഅഖി ഇബ്നു മസ്ഊദ് യബ്കി. നിങ്ങൾ ഇങ്ങനെ ചിരിക്കുകയാണോ? എൻ്റെ കൂട്ടുകാരൻ ഇബ്നു മസ്ഊദ് വഅഖി ഇബ്നു മസ്ഊദ് യബ്കി, എൻ്റെ കൂട്ടുകാരൻ ഇബ്നു മസ്ഊദ് ഇങ്ങനെ കരയുമ്പം നിങ്ങൾ ഈ ചിരിച്ചത് എനിക്കൊട്ടും ഇഷ്ടമായില്ല എന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞപ്പം ജിബ്രീൽ ഒന്നും കൂടെ ചിരിച്ചിട്ട് പറഞ്ഞു, സതഇലമു യാ റസൂലല്ലാഹ്, നബിയേ ഞാൻ എന്തിനു ചിരിച്ചു എന്ന് കുറച്ച് കഴിഞ്ഞാ തങ്ങൾക്കറിയും തങ്ങളെ. കാരണം ശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്ക് സൂറത്തുൽ അലഖിൽ ആയത്തിറങ്ങിയിട്ടുണ്ട്. റസൂലുള്ള നിസ്കരിക്കാൻ ചെന്നപ്പം 2 തവണ നബിതങ്ങളെ ചവിട്ടാൻ ചെന്നു സുജൂദിലിട്ട്. ആര്? ഈ അബൂജഹല് മക്കത്തുനിന്ന് ചെയ്തതാണ്. 2 തവണ സുജൂദിലിട്ട് ചവിട്ടാൻ വേണ്ടി ചെന്നു. അങ്ങനെ പിന്മാറിക്കളഞ്ഞ ചരിത്രമാണ്. അതൊക്കെ ഒരുപാട് പറയേണ്ടതാണ്. അങ്ങനെ എത്തിയപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശല്യപ്പെടുത്താൻ നിസ്കരിക്കുമ്പോൾ തടയാൻ വേണ്ടി ചെന്നപ്പോൾ അല്ലാഹു തആല അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ അറഅയ്ത ഇൻ കാന അലൽ ഹുദാ ഔ അമറ ബിത്തഖ്വാ അറഅയ്ത ഇൻ കദ്ദബ വതവല്ലാ അലം യഅലം ബി അന്നല്ലാഹ യറാ. എന്റെ ഹബീബിനെ നിസ്കരിക്കുമ്പോൾ തടയാൻ വരെ അലം യഅലം ബി അന്നല്ലാഹ യറാ, ഇവൻ അറിയില്ലേ ഇതെല്ലാം പടച്ചോൻ കാണുന്നുണ്ടെന്ന് ഇവൻ അറിയൂലേ? പകരം വീട്ടും പടച്ചോൻ എന്ന ഭാഷയിൽ സംസാരിച്ചു. പക്ഷെ രണ്ടാമതും ഇവൻ നബി തങ്ങളെ തടയാൻ ചെന്നു. അന്നിറങ്ങിയ ആയത്താണ് എന്ത്? കല്ലാല ഇല്ലം യന്തഹി ലനസ്ഫഅം ബിന്നാസിയ നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ ഫൽയദ്ഉ നാദിയ സനദ്ഉ സബാനിയ കല്ലാ ലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ് എന്ന ആയത്ത് അപ്പിറങ്ങിയതാ. രണ്ടാമതും നബി തങ്ങൾ സുജൂദിൽ കിടക്കുമ്പോൾ ചവിട്ടാൻ വേണ്ടി ചെന്നു, കഴിഞ്ഞില്ല. ഭീകരമായ രംഗങ്ങൾ കണ്ട് ഇവൻ ഒഴിഞ്ഞു മാറി. അപ്പൊ പറഞ്ഞു വേണ്ടട്ടോ വേണ്ട. ഖുർആൻ പറഞ്ഞു കല്ലാ വേണ്ട, ലഇല്ലം യംതഹി, ഈ പഹയൻ ഈ വേല ഇനിയും അവസാനിപ്പിക്കാനായില്ലെങ്കിൽ, ഇത് രണ്ടാം തവണയാണ്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ല. ഇല്ലം യംതഹി, ഇനിയും ഈ പരിപാടി അവസാനിപ്പിച്ചില്ലെങ്കിൽ ലനസ്ഫഅം ബിന്നാസിയ, ഇവന്റെ തല നമ്മൾ ഭൂമിയിലൂടെ കെട്ടിവലിക്കും. ലനസ്ഫഅം ബിന്നാസിയ, ഇവന്റെ തല നമ്മൾ ഭൂമിയിലൂടെ കെട്ടിവലിക്കും. നാസിയ എന്ന് പറഞ്ഞാൽ നേരെ അതിന്റെ അർത്ഥം കുടുമ എന്നാണ്. മൂർധാവിലെ മുടിക്കാണ് നാസിയ എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം തല ഭൂമിയിലൂടെ കെട്ടിവലിക്കും. നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ, ധിക്കാരപൂർവം സത്യത്തെ കളവാക്കാനും എല്ലാ അരുതായ്മകളും തെറ്റുകളും പ്രവർത്തിക്കാനും എല്ലാ പ്രചോദനവും നൽകുന്ന തലച്ചോറാണ് ഇവന്റെ തലച്ചോറ്. ഈ തല ഞാൻ ഭൂമിയിലൂടെ കെട്ടിവലിക്കും. നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ ഫൽയദ്ഉ നാദിയ, അന്ന് അവനവന്റെ സഭക്കാരെ വിളിക്കാം. സഭാധ്യക്ഷൻ അഹങ്കാരമോ? അവനവന്റെ സഭക്കാരെ വിളിക്കട്ടെ. ഫൽയദ്ഉ നാദിയ സനദ്ഉ സബാനിയ, നമ്മൾ നമ്മുടെ സബാനിയാക്കളായ മലക്കുകളെയും വിളിക്കും. എന്നിട്ടൊന്ന് ഏറ്റുമുട്ടി നോക്കാം ആരാ ജയിക്കാം. അള്ളാഹു പറഞ്ഞു വെച്ചു. അതിന്റെ ശേഷമാണ് ഈ സംഭവിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ അടിക്കുന്നത്. അപ്പോഴാണ് ജിബ്രീൽ വന്ന് ചിരിച്ചത്. ഏതായാലും പിന്നീട് അറിയുന്നു പറഞ്ഞു. ഇതിപ്പോ മുസ്ലിമീങ്ങളൊക്കെ മനസ്സിലാക്കിയത് നാളെ പരലോകത്തെത്തുമ്പോൾ നരകത്തിലിട്ട് ഇവനെ ശിക്ഷിക്കുന്ന രംഗായിരിക്കും. സബാനിയാക്കളായ മലക്കളെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ നാളെ നരകത്തിൽ, പരലോകത്ത് എന്തായാലും ഈ ശിക്ഷയൊക്കെ ഇവന് ലഭിക്കും. പക്ഷെ ഭൂമിയിൽ നിന്ന് തന്നെ ഇത് നടക്കാൻ പോവാണ്. അതിനാണ് ജിബ്രീൽ ചിരിച്ചത്. അങ്ങനെ മുറിവുണങ്ങി, ചെവിയും മൂക്കുമൊക്കെ സുഖപ്പെട്ടു, മുറിവുണങ്ങി. കാലങ്ങൾ കഴിഞ്ഞു. നബിതങ്ങളും കൂട്ടുകാരും മദീനയിലേക്ക് ഹിജ്റ പോയി. 2 കൊല്ലം കഴിഞ്ഞ് ബദറിന്റെ പശ്ചാത്തലമൊരുങ്ങി. ബദർ സമരക്കളത്തിലെത്തി. അവിടെയാണ് ഇവനെ തിരയാൻ മുത്തുനബി പറഞ്ഞത്, പഴയ ഒരു പ്രതികാരം വീട്ടാനുണ്ടല്ലോ നിങ്ങൾക്ക്, എന്നാ ഡെഡ് ബോഡിയെങ്കിലും കണ്ടെത്തിക്കോളൂ, നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. പോയി കണ്ടെത്തിയപ്പോൾ മഹാനവറുകൾക്ക് ഇതെന്താ ഹാല് എന്നറിയില്ലല്ലോ. ആള് ഇപ്പോഴും ഹയാത്തോടെ ഉണ്ടോ ഇല്ലേന്നൊന്നും അറിയില്ല. ദൂരെ നിന്നു. ആളൊഴിഞ്ഞ യുദ്ധഭൂമിയാണ്. ആ സമരക്കളത്തിൽ ഇങ്ങനെ നോക്കി എവിടെയെങ്കിലും ഒരു ആയുധം എവിടെയെങ്കിലും ഉണ്ടോ. അപ്പൊ ദൂരെ ആരോ വലിച്ചെറിഞ്ഞ് ഉപേക്ഷിച്ച് പരാജയ ഭീതിയിൽ ആരോ ഇട്ടെറിഞ്ഞു പോയ ഒരു കുന്തം കണ്ടു, നീളമുള്ള ഒരു കുന്തം. അതെടുത്തിട്ട് ഇയാളുടെ ശരീരത്തിൽ, അത് ഇയാളുടെ മൂക്കിന്റെ ദ്വാരത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ കുത്തുകൊടുത്തു. അപ്പം ഇങ്ങനെ ഇളകി. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന് മനസ്സിലായി സംഗതി പച്ച പാവായ എനിക്ക് പ്രതികാരം വീട്ടാൻ മാത്രം ഉള്ളത് ഇഞ്ഞും ബാക്കിയുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെയ്തത് കയറ് നോക്കി, കയറെടുത്തിട്ട് കാല് കെട്ടി, പിന്നെ 2 കയ്യും കെട്ടി. കാരണം അങ്ങനെയൊന്നും അല്ലാതെ അങ്ങോട്ട് അടുക്കാൻ പറ്റൂല.
അത്രയും കേമനും മല്ലനുമായിരുന്നു. പണ്ടൊന്നും പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഇതൊരു അവസരമാണ്. കയ്യും കാലും കെട്ടിയിട്ട് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് നെഞ്ചത്തേക്കണ്ട് കയറിയിരുന്നു. നെഞ്ചിൽ കയറിയിട്ട് അങ്ങ് ചാടി. ഇതൊരാഘോഷമാണ്. കാരണം മുസ്ലിമീങ്ങളെ ഇത്രമേൽ വളഞ്ഞിട്ട് ആക്രമിച്ചവന്. നമുക്കിപ്പോൾ ഈ സമയം അനുവദിക്കാത്ത ഒറ്റ പ്രശ്നമുള്ളത്. കാരണം ഈ ബദറൊക്കെ ബദറിൽ നിന്ന് തുടങ്ങുമ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാവും. ബദർ പറയേണ്ടത് 13 കൊല്ലത്തെ മക്കയിലെ ജീവിതം പറഞ്ഞിട്ടാണ്. 40 to 53 വളഞ്ഞിട്ട് ആക്രമിച്ചിട്ട് പ്രതികരിക്കാത്ത സ്വഹാബത്തിനെയും നബിനെയും പരിചയപ്പെടുത്തിയിട്ട് പിന്നെ 1000 ബദർ ഒപ്പം അവതരിപ്പിച്ചാലും ആർക്കും അതേറെയാണെന്ന് തോന്നൂല. അതിന് അന്നത്തെ 13 കൊല്ലത്തെ യാതനകൾ പറയണം. അപ്പോഴേ ഇത് തിരിയുള്ളൂ. ഇവനൊക്കെ ആരാണ്, എത്ര കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് റസൂലുള്ളാഹിനെയും സ്വഹാബത്തിനെയും. നെഞ്ചത്താട് കയറിയപ്പം ഇവൻ പറഞ്ഞൊരു വാക്കുണ്ട്, യാ റുവൈഇയൽ ഗനം ഖദിർതഖൈത മുർതഖൻ സഅബാ. ഓ കൊച്ചാട്ടിടയ, നോക്കണം നിങ്ങള്, അബൂജഹലിന്റെ ധിക്കാരാണത്. യാ റാഇഅൽ ഗനം, യാ റാഇയൽ ഗനം എന്ന് പോലും മുഴുവൻ വിളിച്ചിട്ടില്ല. യാ റുവൈഇയൽ ഗനം. അത് അങ്ങനെ വിളിക്കാൻ കാരണം അത് അബ്ദുല്ലാഹിബ്നു മസ്ഊദിന്റെ ആ വലിപ്പക്കുറവാ. ചെറിയ മനുഷ്യനാണല്ലോ, അതുകൊണ്ട് വിളിച്ചതാ യാ റുവൈഇയൽ ഗനം. എടോ കൊച്ചാട്ടിടയ, ഒരാട്ടിടയൻ തന്നെ മുഴുവനല്ല, ആട്ടിടയനേ ഉള്ളൂ. ഈ നിലയിലാ സംസാരിച്ചത്. എന്തു തന്നെയാണെങ്കിലും ഒരു കാര്യം സമ്മതിക്കാതെ വയ്യ, ഇപ്പോൾ നീ കയറിയിരിക്കുന്നത് അത്ര അങ്ങോട്ട് എളുപ്പത്തിൽ ഓടി കയറാൻ പറ്റിയ മിമ്പറിലേക്കല്ല. ഇപ്പൊ നീ കയറിയിരിക്കുന്നത് പ്രയാസപ്പെട്ട് വിയർത്തൊലിച്ച് കയറേണ്ടടുത്ത് തന്നെയാണ്. ഹിമാലയം കീഴടക്കി എന്ന് പറയും പോലുള്ളൊരു സംഗതിയായി ചെയ്തിരിക്കുന്നത് എന്നർത്ഥം. സാഹിബ് അങ്ങനെ അങ്ങോട്ട് ഓടിക്കേറാൻ പറ്റുന്നിടത്തൊന്നും അല്ലടാ നീ കയറിയത്. നല്ലോണം പാടുപെട്ട് വിയർത്തൊലിച്ച് കയറേണ്ടടുത്ത് തന്നെ കയറിയത് എന്ന് പറഞ്ഞാൽ ഈ നെഞ്ചത്ത് ചില്ലറക്കാർക്കൊന്നും വേഗം ഓടിക്കയറാൻ കഴിയില്ല. നീ ഇപ്പം വിജയിച്ചിരിക്കുന്നൂന്ന് വ്യംഗ്യമായിട്ട് അവൻ സമ്മതിക്കുക. അതുകൊണ്ട് നീ എന്നെ വധിക്കുന്ന എനിക്കറിയാം, ഞാൻ നിന്നെ ദ്രോഹിച്ചവനാണ്. പക്ഷേ മുഹമ്മദ്, നിന്റെ നേതാവ് മുഹമ്മദ് ഇല്ലേ, അവന്റെ കഥ എന്താ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. മുഹമ്മദിന്റെ കഥ എന്താ ഒന്ന് പറഞ്ഞു തരുമോ? അപ്പോഴാണ് പറഞ്ഞത്, മുഹമ്മദോ ഹുവ സാലിം, എല്ലാ അർത്ഥത്തിലും സേഫാണ്, സുരക്ഷിതനാണ്, ഒരു രോമത്തിന് പോലും ഒന്നും പറ്റിയിട്ടില്ല. തന്നെയോ? അങ്ങനെയാണോ? എങ്കിൽ നീ എന്നെ കൊന്നുകളയുന്നതിന് മുമ്പ് ഒരു ചെറിയ അഭ്യർത്ഥന നിന്നോട് പറയാനുണ്ട്. മരിക്കാൻ പോകുന്നവന്റെ ഒരു മോഹം, ഒരു വസീയത്ത് എന്തേന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, നീ മുഹമ്മദിന്റെ അടുത്ത് വേഗം പോകണം, മുഹമ്മദിന്റെ അടുത്ത് വേഗം പോകണം. പോയിട്ട് നീ മുഹമ്മദിനെ കണ്ടിട്ട് പറഞ്ഞിട്ട് വരണം, ഞാൻ എങ്ങും പോകൂല, കയ്യും കാലും കെട്ടി അർദ്ധജീവനായി ഞാൻ ഇവിടെ കിടക്കുക, നീ വന്നോ. പക്ഷേ മുഹമ്മദിനോടൊന്ന് പറഞ്ഞിട്ട് വാ, ഈ ഭൂമി ലോകത്ത് റൂഹ് തൊണ്ടം കൊയ്യുന്ന അങ്ങ് പിരിയുമ്പം ഈ ഭൂമി ലോകത്ത് എനിക്ക് ഏറ്റവും വെറുപ്പുള്ളവൻ മുഹമ്മദാന്നൊന്ന് പറഞ്ഞിട്ട് വാറും. ഈ വിവരം വന്ന് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, റബ്ബി ഫിർഔനി അശദ്ദു മിൻ ഫിർഔനി മൂസാ. അല്ലാഹുവേ, എൻ്റെ ഫറോവ മൂസ നബിയുടെ ഫറോവയെ തോൽപ്പിക്കുന്നവനായല്ലോ. മൂസ നബിയുടെ ഫറോവ മരിക്കുന്ന നേരത്ത് കുറെ കയ്യും കാലും കാട്ടിയതാ അല്ലേ? ആ വെള്ളത്തിൽ കിടന്ന് മുങ്ങി മരിക്കുമ്പം, ചെങ്കടലിൽ കിടന്ന് മുങ്ങി മരിക്കുമ്പം പല തവണ കയ്യും കാലും ഉയർത്തിയിട്ട് ചോദിച്ചാ, ഒന്ന് രക്ഷിക്കുവോ മൂസാ, രക്ഷിച്ചാൽ വിശ്വസിച്ചോളാന്ന് പലപ്പോഴും പറയാം. ബനു ഇസ്രായേൽ വിശ്വസിച്ചവനെ കൊണ്ട് ഞാനും വിശ്വസിച്ചോളാം പറഞ്ഞതാണ് ഖുർആൻ പറയുന്നു. പക്ഷെ ഈ ഒരു മടക്കം പോലും ഇവന്റെ അടുത്തില്ല. രക്ഷിച്ചിട്ടായിട്ട് മടങ്ങൂല. അത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അള്ളാഹു നശിപ്പിച്ചത്. കാരണം അതിന് മുമ്പ് പല തവണ രക്ഷിച്ചു നോക്കിയിട്ടുണ്ട്, 6-7 ഘട്ടങ്ങളിൽ. അതിലൊന്നും പലല്ലാന്ന് കണ്ടപ്പോഴാണ് പിന്നെ ബഹറിലിട്ട് മുക്കിക്കൊന്നത്. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്,
അവസാനം അങ്ങനെ ഒരു വാക്ക് പറഞ്ഞല്ലോ, ഇവൻ അതുമില്ല. അതാണ് നബിതങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം. ഫിർഔനി അശദ്ദു മിൻ ഫിർഔനി മൂസ. നബിതങ്ങൾ പറഞ്ഞു, ശരി അബ്ദുല്ലാ, നിങ്ങൾക്ക് ഏതായാലും ഒരു മധുര പ്രതികാരം വീട്ടാനുണ്ട്. ജീവന്റെ ചെറിയൊരു അംശം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ചെയ്തുകൂടെ? ഞാൻ മറ്റാരെയെങ്കിലും വിടണോ? അബ്ദുല്ലാഹിബിൻ മസ്ഊദ് പറഞ്ഞു, ആരും വേണ്ട, അങ്ങനെ മൂപ്പർക്ക് തന്നെ അത് നിർവഹിക്കണം. അങ്ങനെ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് ഓടി വന്നു. അബ്ദുല്ലാഹിബിൻ മസ്ഊദിന്റെ കയ്യിലുള്ളത് യോദ്ധാവല്ലാത്തതുകൊണ്ട് മഹാനവറുകളുടെ കയ്യിലുള്ളത് ഒരു മണ്ടവാള. ഇതെടുത്തിട്ട് ഇവനെ വകവരുത്താൻ നോക്കുമ്പോൾ പറഞ്ഞു, അത് ചെയ്യല്ല, അതിനൊരുപാട് സമയം പിടിക്കും, അതുകൊണ്ട് മുറിച്ചിട്ട് ഇത് അവസാനിക്കണമെങ്കിൽ. അപ്പം അതുകൊണ്ട് അതിൽ വിഷമമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ എൻ്റെ നെഞ്ചത്തിരുന്ന് ഈ കളിയൊക്കെ കളിക്കുന്നത് നീയാണല്ലോ എന്നാലോചിക്കാൻ എനിക്ക് വയ്യ. വേഗം കഥ കഴിക്കണം. എൻ്റെ അരയിലുണ്ട് തീരെ ഉപയോഗിക്കാത്ത ഒരു വാള്, അതെടുത്തിട്ട് മുറിക്കണം. അബൂജഹൽ പറയാൻ, ആ വാളെടുത്തിട്ടാണ് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് തങ്ങൾ മുറിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, കഴുത്ത് നീട്ടി മുറിക്കണം. ജീവിതത്തിൽ മുഹമ്മദിനെ ഞെട്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല, എൻ്റെ കഴുത്തിൻ്റെ നീളം കണ്ടിട്ടെങ്കിലും മുഹമ്മദ് ഒന്ന് ഞെട്ടട്ടെ എന്ന് പറഞ്ഞു. നോക്കൂ നിങ്ങൾ, അഹങ്കാരം, കല്ലുവെച്ച അഹങ്കാരം. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ മുറിച്ചെടുത്ത തല മുത്തുനബിയുടെ ഹളറത്തിലേക്ക് സമർപ്പിക്കുന്നതാണ്. ഞാൻ മുത്തുനബിക്കും അതുപോലെ തന്നെ ദീനിനെ വളഞ്ഞിട്ട് ആക്രമിച്ച ഈ പഹയന്റെ തല സഹാബത്തിന് സമർപ്പിക്കുന്നതായിരിക്കും അവർക്ക് ഞാൻ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് മനസ്സിലാക്കിയപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ തല ഇങ്ങനെ പൊക്കിയപ്പം അബ്ദുല്ലാഹിബിൻ മസ്ഊദ് ചെറിയ മനുഷ്യനുമാണ്, ഇതാണെങ്കിലോ ഒരു മല്ലന്റെ തലയുമാണ്. ഇത് കൊണ്ടുപോകാൻ കഴിയുന്നില്ല, അതിന് മാത്രമുണ്ട്. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് ഇങ്ങനെ ചിന്തിച്ചു, ഇതിപ്പോൾ അങ്ങനെ ബഹുമാനപൂർവ്വം താങ്ങി പിടിച്ചു കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇവന്റെ ചെവി അങ്ങ് തുളച്ചു, എന്നിട്ട് തുണിയുടെ വക്ക് പൊട്ടിച്ചിട്ട് അത് ചെവിയുടെ ദ്വാരത്തിലിട്ട് കെട്ടി ഏലാംഭ വലിച്ച് ഇലാ ഹളറത്തി റസൂലില്ലാഹ്, വലിച്ചു കൊണ്ടേയല്ലേ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക്. അപ്പണ്ട് ജിബ്രീൽ ഇങ്ങനെ വരുന്നു, അലിം തയാ റസൂലല്ലാഹ് ലനസ്ഫഅം ബിന്നാസിയ നാസിയത്തിൻ കാദിബത്തിൻ ഖാതിആ. തല്ലിക്കൊന്ന പട്ടിയെ കെട്ടിവലിക്കും പോലെ അവന്റെ തല ഭൂമിയിലൂടെ കെട്ടിവലിക്കുന്നു പറഞ്ഞത് ഇതാണ്. കണ്ടോ, സത്യത്തോട് എതിരിട്ടവരെ അള്ളാഹു വെറുതെ വിട്ടിട്ടില്ല. നോക്കണം നിങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഏറ്റവും വലിയ പോക്കിരിയായ അബൂജഹലിനെ വകവരുത്തിയത് തുടക്കത്തിൽ 2 അൻസാരി കുട്ടികളാണ്. അവസാനം അത് ഫിനിഷ് ചെയ്യുന്നത് ആരാ? സമരക്കളത്തിൽ ഇറങ്ങാൻ അനുവാദം പോലുമില്ലാത്ത ഒരു പച്ച സാധു മനുഷ്യനാണ്. വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും മദില്ലാ കഫാഹും ലഹും നസ്സുൽ കിതാബി വസുന്നതി.